അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് പാകിസ്ഥാന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു ലോകത്തിന് മുന്നിൽ, സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇതിന് പക വീട്ടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ്. അതിലൂടെ ഈ ആഘാതമുണ്ടാക്കി കൂടുതൽ മരണസംഖ്യ ഉയർത്തിക്കാണിക്കുക ഇന്ത്യയിൽ. അതിലൂടെ കൂടുതൽ പേരെ തിരിച്ചടിച്ചു ഞങ്ങൾ എന്ന് സ്വന്തം ജനങ്ങളോട് പറഞ്ഞ് സ്വയം തൃപ്തി അടയാനുള്ള ഒരു ശ്രമമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് നിരായുധരായ, നിഷ്കളങ്കരായ, ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത സാധാരണ ജനങ്ങളുടെ വീടുകൾക്ക്, കടകൾക്ക് നേരെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ധൈര്യം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിരായുധരായ ആളുകളെ ആക്രമിക്കുമ്പോൾ അവർ നിസ്സഹായരായി നിൽക്കുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതും ഈ ആക്രമണം ഉണ്ടാകുന്നത് ആളുകൾ ഉറങ്ങുന്ന സമയത്ത്, അതും രാത്രി 2 മണിക്ക് ശേഷം ഗാഠനിദ്രയിലാകുന്ന ഒരു സമയത്താണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നലെയും അതിനു മുൻപ് ഉള്ള ദിവസവും രാത്രി നടത്തിയത്. അതുകൊണ്ട് തന്നെ പരമാവധി ജീവനുകൾ അപഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമണം നടത്തുക നിരായുധരായ ആളുകളുടെ വീടുകളിലേക്ക് എന്നുള്ളത്. യാതൊരു യുദ്ധനീതിയിലും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതാണ് ഇന്ത്യൻ അതിർത്തിയിലെ ഗ്രാമീണരോട് പാകിസ്ഥാൻ കഴിഞ്ഞ 2 രാത്രികളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായി കഴിഞ്ഞു. അതിർത്തിയിൽ കൃത്യമായ വിന്യാസം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 മണിയോടെ തന്നെ പൂർണ്ണമായും ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ലൈറ്റുകൾ പൂർണ്ണമായും അണയ്ക്കും. വൈദ്യുത ബന്ധം ആവശ്യമെങ്കിൽ വിച്ഛേദിക്കും. തുടർന്ന് ഇത്തരത്തിൽ ഒരു ജനവാസ മേഖലയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. തുടർന്നും പാകിസ്ഥാന്റെ പ്രകോപനം മറ്റിടങ്ങളിലേക്ക് കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി നൽകുക എന്നുള്ളതാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത്. അതിനായിട്ടാണ് മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിലിപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ. അത് ഇവിടെ മാത്രമല്ല, 3 സംസ്ഥാനങ്ങൾ പ്രധാനമായും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നുള്ളത് ജമ്മു കശ്മീരിനേക്കാളേറെ പഞ്ചാബിനെ ലക്ഷ്യം വെക്കുന്നു പാകിസ്ഥാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്താൻ ശ്രമിച്ച സ്ഥലങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അതിനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബ്, ജമ്മു കശ്മീർ, ഒപ്പം തന്നെ രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിൽ മുഴുവൻ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ, നമ്മുടെ സൈന്യത്തിന്റെ വിന്യാസം പൂർത്തിയായിട്ടുണ്ട്. എന്ത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ്. അതിനാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. ഒട്ടേറെ മുന്നിലാണ് പാകിസ്ഥാൻ ഈ ആയുധബലത്തിലും ആൾബലത്തിലും ഇന്ന്. എങ്കിൽ പോലും പാകിസ്ഥാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു അതിന് ആനുപാതികമായ ഒരു മറുപടി എന്നുള്ള ഒരു ചിട്ട, ആ ഒരു തത്വം ഇന്ത്യ പാലിക്കുന്നുണ്ട്, ഇന്ത്യൻ സൈന്യം പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമായതാണ്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എതിരായ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ സൈന്യത്തിന് നേരെ തിരിച്ചടി നൽകുകയായിരുന്നു. അതോടെയാണ് താൽക്കാലികമായിട്ടെങ്കിലും പാക് സൈന്യം ഈ ഷെല്ലാക്രമണം നിർത്തിയത്. ഇന്നലെ പൂഞ്ചിൽ മാത്രം നമുക്ക് നഷ്ടമായത് 13 സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനാണ്. ഒപ്പം തന്നെ ഒരു സൈനികനും വീരമൃത്യു വരിച്ചിട്ടുണ്ട്. കൂടാതെ 59 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. 2 കുട്ടികളും പ്രായമായ സ്ത്രീകളും ഉൾപ്പെടുന്നവരെയാണ് ഇന്നലെ പാക് ആക്രമണത്തിൽ മരിച്ചത്. പൂഞ്ചിൽ മാത്രം. മറ്റിടങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട്. നിരവധി പേർക്ക് വീടില്ലാതാവുകയാണ് ഈ 2 ദിവസം കൊണ്ട്. അവരുടെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ 2 രാത്രികൾ കൊണ്ട്. മണിക്കൂറുകൾ കൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുകയാണ്. ഇന്ത്യൻ പോസ്റ്റുകളും അല്ലെങ്കിൽ സൈനികർക്ക് നേരെയും ആക്രമണം നടത്താൻ ധൈര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് പ്രതിരോധ സംവിധാനമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശം. അതുകൊണ്ട് തന്നെ അത് ഏൽക്കില്ല, തിരിച്ചടി കിട്ടും. അത് ഉറപ്പായതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നിരായുധരായ ജനങ്ങളെ ലക്ഷ്യം വെക്കുകയാണ് പാകിസ്ഥാൻ എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലും വ്യക്തമായതാണ്. ഇത് ആവർത്തിക്കാൻ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ളവ തയ്യാറാക്കി ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത്. അനുജ, അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. അത് പാകിസ്ഥാനെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കുന്ന വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുന്നു, വെടിവയ്പ് തുടരുന്നു. അതിർത്തിയിൽ ഗ്രാമങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് പാകിസ്ഥാന്റെ ആക്രമണം എന്നുള്ളതാണ്. കുപ്വാരയിലെ ചൌക്കിദാൽ എന്ന പ്രദേശത്ത് നിന്നാണ് ബൽറാം നെടുങ്ങാടി തത്സമയം വിവരങ്ങൾ നൽകിയത്.